ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 3-4 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഉടൻ തന്നെ വരുന്ന LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി LGS റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരൊറ്റ പോളിയത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഇപ്പോൾ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു ഓഫർ പ്രൈസിൽ LGS റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി SCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ പാഠഭാഗങ്ങളുടെ ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കുകയാണ്. അതായത് അറിവിടം ബുക്ക്. ഇതിൽ SCERT പാഠഭാഗങ്ങൾ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പാർട്ട് 2-ന് വേണ്ടിയിട്ടുള്ള പ്രീ ഓർഡറിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് വന്നതിന് ശേഷം സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ പ്രീ ഓർഡർ ചെയ്യുക. പാർട്ട് 2-ൽ വരുന്നത് ഇതിന്റെ നമ്മുടെ സോഷ്യൽ സയൻസ് പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന, തത്വശാസ്ത്രം, അതേപോലെ പൗരധർമ്മം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 6-8 ക്ലാസ്സുകളിലാണ് വരുന്നത്. അതിൽ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബാങ്ക്സും ലേണിംഗ് റൂമും ക്വസ്റ്റ്യൻ ബാങ്ക്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഓൾറെഡി പാർട്ട് 1 വന്നിട്ടുണ്ട്. ഇനി പാർട്ട് 2-ന് വേണ്ടിയിട്ടുള്ള പ്രീ ഓർഡറിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു അറിവിടം SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഈ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അറിവിടം ബുക്ക് നിങ്ങൾ എല്ലാവരും സ്വന്തമാക്കുക. നമുക്കറിയാം നമ്മുടെ PSC പരീക്ഷകളിൽ ഒഴിച്ചുകൂടാനാത്ത ഒരു ഭാഗമാണ് നമുക്ക് എന്താണ് ഈ ഒരു SCERT പാഠഭാഗങ്ങൾ. അതിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഉടൻ തന്നെ ഈ ബുക്കുകൾ എല്ലാവരും സ്വന്തമാക്കുക. ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു ആത്മകഥയാണ്. ആരുടെ ആത്മകഥയാണ്? EP ജയരാജന്റെയാണ്. ആരുടെയാണ്? EP ജയരാജൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഓർത്തു വെക്കുക. ഇതാണ് എൻ്റെ ജീവിതം. എന്താണ്? ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ കേരളത്തിൽ എന്താണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണിത്. അപ്പോൾ ആത്മകഥയുടെ പേര് ഓർത്തു വെക്കുക. ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ളതാണ് ആത്മകഥ. ആരുടെ ആത്മകഥയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. EP ജയരാജന്റെ ആത്മകഥയാണിത്. അടുത്തത് നമ്മൾ നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു വാർത്തയാണ്, ഒരു പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്തെയാണ്? കേരളത്തെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നവംബർ 1 കേരള പിറവിക്ക് വരുമെന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരുന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എന്താണ് അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം. അപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് 2021-ലാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു മുക്തമായിട്ടുള്ള അതായത് അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ഏതൊക്കെ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താണ്? ഭക്ഷണം, പാർപ്പിടം, അതേപോലെ വാസസ്ഥലങ്ങൾ, വീടുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ, ഇനി സ്വന്തമായിട്ട് ഭൂമി ഉണ്ടോ എന്നുള്ള കാര്യം, ആരോഗ്യം എന്നിവ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു അതിദാരിദ്ര്യ ഘടകങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവയെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് കേരളത്തെ അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് കേരളം. ഇനി നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റുകൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അതായത് 2025 മെയ്യിൽ നമ്മളൊരു കറണ്ട് അഫെയറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കണ്ണൂർ എന്താണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് ഏത് ജില്ലയായിരുന്നു? അത് കണ്ണൂർ ജില്ലയാണ്. ഓർത്തു വെക്കുക. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് കണ്ണൂർ ജില്ലയായിരുന്നു. അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു എന്താണ് കോട്ടയത്തെ ഒരു അതിദാരിദ്ര്യമില്ലാത്ത ജില്ലയായിട്ട് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഏത് ജില്ലയാണെന്ന് ഓർത്തു വെക്കുക. കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയാണ് അതിദാരിദ്ര്യമില്ലാത്ത ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ പൂർത്തീകരിച്ച ജില്ല ഏതാണ്? അതും കോട്ടയം ജില്ലയാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തെയാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു പ്രക്രിയയാണ്. അത് വോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അർഹതയില്ലാത്തവരെ നീക്കം ചെയ്ത് അർഹതയുള്ള എല്ലാ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന പ്രത്യേക പരിഷ്കരണം ഏതെന്നാണ്? ഓർത്തുവെക്കുക. SIR എന്നുള്ള ഒരു പരിഷ്കരണമാണ്. ഇതിന്റെ പൂർണ്ണ രൂപവും കൂടി ഓർത്തുവെക്കാം. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. എന്താണെന്ന് ഓർത്തുവെക്കുക. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു പേര് മലയാളി വൽക്കരിച്ചാൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തിനു
വേണ്ടിയിട്ടാണ് നമ്മുടെ വോട്ടർ പട്ടികയിൽ അർഹതയില്ലാത്തവരെ നീക്കം ചെയ്യുക. അതായത് ഇതിനോടൊപ്പം തന്നെ എന്താണ് മരണപ്പെട്ടു പോയിട്ടുള്ളവരോ അങ്ങനെ യോഗ്യതയില്ലാത്തവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടെങ്കിൽ അവരുടെ പേരെന്താണ് റിമൂവ് ചെയ്യുക, അത് മാറ്റുക. അതേപോലെ അർഹതയുള്ള ആരുടെയെങ്കിലും പേര് ഇൻക്ലൂഡ് ചെയ്യപ്പെടാതെ ഉണ്ടെങ്കിൽ അവരെ എല്ലാം ആ വോട്ടേഴ്സിനെ എല്ലാം എന്താണ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രക്രിയ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിഷ്കരണ പ്രക്രിയയ്ക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണെന്ന് ഓർത്ത് വെക്കുക, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ്. അതായത് ഈ പ്രക്രിയ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഈ ഒരു ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെ വീടുകളിൽ വരെയും അവരെന്താണ് നമുക്കൊരു ഫോം തരും, വീടുകളിൽ വന്നിട്ട് ഒരു ഫോം തരും. ആ ഫോം എന്ന് പറയുന്നത് ഇമ്മ്യൂണറേഷൻ ഫോമാണ്. ആ ഫോം എന്ന് പറയുന്നത് ഇമ്മ്യൂണറേഷൻ ഫോമാണ്. അപ്പോൾ ഈ ഒരു ഫോമിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, പൂരിപ്പിച്ച് നൽകണം. അതുവഴിയിട്ട് എന്താണ് അവർക്ക് നേരിട്ട് തന്നെ ഓരോരുത്തരും ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമാവുകയും അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ ആ ഒരു ബൂത്ത് ഓഫീസേഴ്സിന് ആദ്യം എന്താണ് ഇതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം നൽകും. അതിനുശേഷമായിരിക്കും വീട്ടിൽ വരുന്നത്. 1 മാസത്തോളമുള്ള ഒരു പ്രക്രിയ ആയിരിക്കും ഓരോരുത്തരുടെയും വീട്ടിൽ വന്നിട്ട് ഈ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഈ ഒരു പരിഷ്കരണം നടത്തുന്നതിന് പറയുന്നതാണ് എന്താണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലാണ് എന്നുള്ള കാര്യം, അപ്പോൾ ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഈ ഒരു പരിഷ്കരണ പദ്ധതി നടപ്പിലാക്കും. അടുത്തതൊരു ചിത്രവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രം ഏതെന്നാണ്. ഓർത്തുവെക്കുക, എ ഫാമിലി ഓഫ് ചീറ്റാസ് ഇൻ എ റോക്കി ലാൻഡ്സ്കേപ്പ് എന്നുള്ള ചിത്രമാണ്. എന്താണ് എ ഫാമിലി ഓഫ് ചീറ്റാസ് ഇൻ എ റോക്കി ലാൻഡ്സ്കേപ്പ് എന്നുള്ള ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രത്തിന് ഒരു മേന്മ ലഭിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രമായി മാറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം ആരുടെ പെയിന്റിംഗ് ആണിത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അക്ബർ ചക്രവർത്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പെയിന്റിംഗ് അല്ലെങ്കിൽ ഒരു ചിത്രകാരനായിരുന്ന ബസാവന്റെയാണ്. ആരുടെയാണെന്ന് ഓർത്ത് വെക്കുക. ആരാണ് വരച്ചത്? ബസാവനാണ് ഈ ഒരു പെയിന്റിങ്ങിന് ഉടമ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രമാണ്. അപ്പോൾ ലണ്ടനിലെ ക്രിസ്റ്റീസ് ലേലത്തിലാണ് ഈ ഒരു പെയിന്റിങ് ഇത്രയും, അതായത് ഈ ഒരു ലേലത്തിൽ നമുക്കറിയാം ആദ്യത്തെ ഇനീഷ്യൽ പ്രൈസ് എത്രയാണോ പറയുന്നത് അതിനേക്കാളും ഒരു 14 ഇരട്ടിയിലധികം തുകയ്ക്കാണ് ഈ ഒരു പെയിന്റിങ് വിറ്റുപോയിരിക്കുന്നത്. എ ഫാമിലി ഓഫ് ചീറ്റാസ് ഇൻ എ റോക്കി ലാൻഡ്സ്കേപ്പ് എന്നുള്ള ചിത്രമാണ്. ആരാണ് വരച്ചതെന്ന് നമ്മൾ പറഞ്ഞു, ബസാവനാണ് ഈ ഒരു ചിത്രം ഈ ഒരു പെയിന്റിങ്ങിന് ഉടമ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഈ ഒരു ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രം ഏതാണെന്ന് നമുക്ക് പഠിച്ചു വെക്കാം. എ ഫാമിലി ഓഫ് ചീറ്റാസ് ഇൻ എ റോക്കി ലാൻഡ്സ്കേപ്പ് എന്നുള്ള ചിത്രമാണ്. അടുത്തതൊരു മ്യൂസിയവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഈജിപ്ഷ്യൻ രാജാവായിട്ടുള്ള ടൂട്ടൻഖാമുവിന്റെ ശവകുടീരം പൂർണ്ണമായി പ്രദർശിപ്പിച്ച മ്യൂസിയം ഏതെന്നാണ്. ഓർത്തു വെക്കുക, ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം എന്നുള്ള മ്യൂസിയമാണ്. ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയം ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അവിടെ പ്രധാനപ്പെട്ടത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈജിപ്ഷ്യൻ രാജാവായിട്ടുണ്ടായിരുന്ന ടൂട്ടൻഖാമുവിന്റെ അദ്ദേഹത്തിന്റെ ശവകുടീരവും അതേപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രരേഖകളും കുറേ അധികം ഈ ഒരു പുരാവസ്തുക്കളും ഈ ഒരു മ്യൂസിയത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈജിപ്തിലെ ഗിസയിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈജിപ്തിലെ ഗിസയിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു മ്യൂസിയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൂടി ഏത് തന്നെയാണ്? ഈ ഒരു ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയമാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്ത് വെക്കുക, ഈജിപ്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈജിപ്തിലെ ഗിസയിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ്. 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് വിജയ കിരീടം നേടിയിരിക്കുന്നത്? ഇന്ത്യയാണ് ഈ ഒരു ലോകകപ്പ് മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ടീം ആകെ 3 തവണയാണ് ഈ ഒരു ICC ലോകകപ്പ് മത്സരത്തിൽ ഫൈനലിൽ വന്നിട്ടുള്ളത്. അത് ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് ഓർത്ത് വെക്കുക. 2005 2017 അതേപോലെ 2025 ഫൈനലിൽ എത്താനായിട്ട് സാധിച്ചു. 2025 ഇന്ത്യ ഈ ഒരു കപ്പ് നേടിയിരിക്കുകയാണ്, ലോകകപ്പ് കിരീടം തന്നെ നേടിയിരിക്കുകയാണ്. ഇനി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്ന് നമുക്കറിയാം. ഹർമൻപ്രീത് കൗർ ആണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി റണ്ണറപ്പ് ആരാണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിട്ടുണ്ടാകും. ദക്ഷിണാഫ്രിക്കയാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് ഫൈനലിൽ മത്സരിക്കുന്നത് ഏതൊക്കെ ടീമുകളാണെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയാണ് ഈ ഒരു മത്സരത്തിൽ ഫൈനലിൽ റണ്ണറപ്പ്
റണ്ണറപ്പ് ആയിരിക്കുന്നത് ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക, ദക്ഷിണാഫ്രിക്കയാണ്. കിരീടം നേടിയിരിക്കുന്നത് ഇന്ത്യയാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നതും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ലൗറ വോൾവാർട്ട് ആണ്. ആരാണ്? ലൗറ വോൾവാർട്ട് ആണ് എന്താണ് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ഈ ഒരു മത്സരത്തിൽ എന്താണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ദീപ്തി ശർമ്മയാണ്. ആരാണ്? ദീപ്തി ശർമ്മയാണ് 2025 ICC വുമൺസ് വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയത്. ഇനി അതേപോലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് ആരാണ്? അത് ഷെഫാലി വർമ്മയാണ്. ആരാണ്? ഷെഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. ഇനി കൂടുതൽ റൺസ് നേടിയത് ആരാണ്? അത് ദക്ഷിണാഫ്രിക്കൻ താരമായ നമ്മൾ പറഞ്ഞു ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ലൗറ വോൾവാർട്ട് ആണ് എന്താണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. മാത്രമല്ല വനിതാ ലോകകപ്പിൽ ഒരു എഡിഷനിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടി എന്നുള്ള നേട്ടവും കൈവരിച്ചിട്ടുണ്ട്. എന്താണ്? വനിതാ ലോകകപ്പിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടി എന്നുള്ള നേട്ടവും കൈവരിച്ചത് ആരാണ്? അതും ലൗറയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഒരു ലൗറ തന്നെയാണ് നമ്മുടെ ദക്ഷിണാഫ്രിക്ക ടീമിന്റെ ക്യാപ്റ്റൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ്? അത് ദീപ്തി ശർമ്മയാണ്. ആരാണ്? ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ദീപ്തി ശർമ്മയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ദീപ്തി ശർമ്മയ്ക്ക് രണ്ട് നേട്ടങ്ങളാണ്, പ്ലെയർ ഓഫ് ദി ടൂർണമെന്റും അതേപോലെ കൂടുതൽ വിക്കറ്റ് നേടിയത് ആര് തന്നെയാണ്? ദീപ്തി ശർമ്മയാണ്. ഇനി നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടത്തിന്റെ എന്താണ് ഒഫീഷ്യൽ സോങ്. നമ്മൾ കുറേ പേര് നമുക്കറിയായിരിക്കും, കുറേ പേരൊക്കെ പാടി മത്സരിച്ചിട്ടുണ്ടായിരിക്കും ഒരു സ്ഥലത്ത്. അപ്പോൾ ഈ ഒരു സോങ് ഏതാണെന്ന് ഓർത്തു വെക്കുക. എന്തായിരുന്നു ഒഫീഷ്യൽ സോങ്? ബ്രിങ് ഇറ്റ് ഹോം എന്നുള്ളതായിരുന്നു. എന്താണ്? ബ്രിങ് ഇറ്റ് ഹോം എന്നുള്ളതായിരുന്നു 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഈ ഒരു ഒഫീഷ്യൽ സോങ് എന്ന് പറയുന്നത്, ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത് ബ്രിങ് ഇറ്റ് ഹോം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു സോങ് പോലെ തന്നെ, ആ ഒരു ഗാനം പോലെ തന്നെ നമ്മൾ എന്താണ് ബ്രിങ് ഇറ്റ് ചെയ്തു, നമ്മളത് നേടി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു? ശ്രീലങ്കയിലും ഇന്ത്യയിലും വെച്ചിട്ടാണ് 2025 ഈ ഒരു മത്സരം നടന്നത്. ഫൈനലിന്റെ വേദി മുംബൈയിൽ വെച്ചാണ് നടന്നത്. ഇനി ആകെ 8 ടീമുകളാണ് ഈ ഒരു മത്സരത്തിൽ മത്സരിച്ചത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 8 ടീമുകളായിരുന്നു 2025 ICC വുമൺസ് വേൾഡ് കപ്പിൽ മത്സരിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി ഏറ്റവും കൂടുതൽ തവണ ICC വുമൺ ലോകകപ്പ് നേടിയിട്ടുള്ളത്, വനിതാ ലോകകപ്പ് നേടിയിട്ടുള്ളത് ഏത് ടീമാണ്? അത് ഓസ്ട്രേലിയയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ 2025 ഈ ഒരു മത്സരത്തിൽ കിരീടം നേടിയിരിക്കുന്നത് ഇന്ത്യയാണ്. റണ്ണറപ്പ് ആയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2025 നവംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരം ആരെന്നാണ് ഓർത്തു വെക്കുക. രോഹൻ ബൊപ്പണ്ണയാണ്. അപ്പോൾ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേരിൽ ഇഷ്ടംപോലെ റെക്കോർഡുകളുണ്ട്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് നമുക്കിവിടെ ചർച്ച ചെയ്ത് പോകാം. അദ്ദേഹം 2 തവണ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളിൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. ഏതൊക്കെ ഗ്രാൻഡ് സ്ലാമിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 അദ്ദേഹം ഓസ്ട്രേലിയൻ ഓപ്പണിൽ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു, കിരീടം നേടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ 2017 ഫ്രഞ്ച് ഓപ്പൺ നേടിയിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് ഓപ്പണിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടായിരുന്നു, ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചത്, അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 2024 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 2024 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 2018 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിക്കുന്നത്. 2018 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ, റീസെന്റ്ലി വന്ന റെക്കോർഡുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോയിന്റിനോട് ഇതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അദ്ദേഹം വിരമിച്ചിരിക്കുകയാണ്. 2025 നവംബറിലാണ് ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ നൂതന ആശയവിനിമയ ഉപഗ്രഹമായ GSAT-7R എന്നുള്ള ഉപഗ്രഹം, അതായത് CMS-03 എന്നുള്ള ഉപഗ്രഹം വിക്ഷേപിച്ചത് എന്നാണ് ഓർത്തു വെക്കാം. 2025 നവംബർ 2 ഈ ഒരു വിക്ഷേപണം നടന്നത്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. ഇന്ത്യൻ നാവികസേനയുടെ ഒരു നൂതന ആശയവിനിമയ ഉപഗ്രഹമാണിത്. അതിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക. GSAT-7R അല്ലെങ്കിൽ CMS-03 എന്നുള്ളതാണ്. ഇനി എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് നമുക്കറിയാം. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ ഒരു വിക്ഷേപണം നടന്നിട്ടുള്ളത്. എന്നാണ് വിക്ഷേപിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. 2025 നവംബർ 2
വിക്ഷേപിച്ചത്. ഇനി വിക്ഷേപണ വാഹനം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. LVM-3 ആണ്. ഏതാണ് വിക്ഷേപണ വാഹനം? LVM-3 ആണ് എന്താണ് ഈ ഒരു ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ വാഹനം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്നാണ് വിക്ഷേപിച്ചത്? 2025 നവംബർ 2-നാണ് വിക്ഷേപണം നടന്നത്. ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോളിയങ്ങളായിട്ടാണ് ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് 1600 രൂപയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 1500 രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഓഫർ പ്രൈസോട് കൂടി ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇതുവരെ നമ്മൾ നോക്കിയ പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് റിമൈൻഡ് ചെയ്യാം. അപ്പോൾ EP ജയരാജന്റെ ആത്മകഥയാണ് ആദ്യം നമ്മൾ നോക്കിയത്. എന്താണ്? ഇതാണ് എൻ്റെ ജീവിതം. എന്താണ്? ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ളതാണ് EP. ഓർത്തു വെക്കുക, EP ജയരാജന്റെ ആത്മകഥ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനം ഏതെന്നാണ്? കേരളമാണ്. 2025 നവംബറിലാണ് ഈ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ശേഷം നമ്മൾ നോക്കിയത് അർഹതയില്ലാത്തവരെ നീക്കം ചെയ്ത് അർഹതയുള്ള എല്ലാ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന പ്രത്യേക പരിഷ്കരണം എന്താണ്? SIR അല്ലെങ്കിൽ എന്താണ്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പറഞ്ഞു, അർഹതയില്ലാത്തവരെ എന്താണ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ട് അർഹതയുള്ള എല്ലാവരെയും ഈ ഒരു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിഷ്കരണം നടത്തുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രം ഏതെന്നാണ്? എ ഫാമിലി ഓഫ് ചീറ്റാസ് ഇൻ എ റോക്കി ലാൻഡ്സ്കേപ്പ് എന്നുള്ളതാണ് ഈ ഒരു ചിത്രം ആരുടെയാണ്? പെയിന്റിംഗ് ആരുടെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ബെസാവന്റെ ആണ്. അദ്ദേഹത്തിന്റെ വളരെ വളരെ പ്രശസ്തനായിട്ടുള്ള ചിത്രകാരനായ ബെസാവന്റെ ചിത്രമാണ്, പെയിന്റിംഗ് ആണ് ഇത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഈജിപ്ഷ്യൻ രാജാവായിട്ടുള്ള ടൂട്ടൻഖാമൂന്റെ അദ്ദേഹത്തിന്റെ ശവകുടീരം പൂർണ്ണമായി പ്രദർശിപ്പിച്ച മ്യൂസിയം ഏതെന്നാണ്? ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം ആണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈജിപ്തിലാണ്. ഈജിപ്തിലെ ഗിസയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ആരെന്നാണ്? ഇന്ത്യയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. റണ്ണറപ്പ് ആയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. ഇനി ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റനായിട്ടുള്ള ലൗറ വോൾവാട്ട് ആണ് ആ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ്? അത് ദീപ്തി ശർമ്മയാണ്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് 2025 നവംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരം ആരെന്നാണ്? രോഹൻ ബൊപ്പണ്ണയാണ്. അപ്പോൾ അദ്ദേഹം 2 തവണ എന്താണ് ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുണ്ട്. 2024 ഓസ്ട്രേലിയൻ ഓപ്പണും അതേപോലെ 2017 അദ്ദേഹം ഫ്രഞ്ച് ഓപ്പണും നേടിയിട്ടുണ്ട്. ഇനി 2024 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 2018 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യൻ നാവികസേനയുടെ നൂതന ആശയവിനിമയ ഉപഗ്രഹമായിട്ടുള്ള GSAT-7R അതായത് CMS-03 എന്നത് വിക്ഷേപിച്ചത് എപ്പോഴെന്നാണ്? 2025 നവംബർ 2-നാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരെന്നാണ്? ഓപ്ഷൻ എ NS മാധവൻ, ഓപ്ഷൻ ബി SK വസന്തൻ, ഓപ്ഷൻ സി ഇ സന്തോഷ് കുമാർ, ഓപ്ഷൻ ഡി KG ശങ്കരപിള്ള. അടുത്ത ചോദ്യം ഇതാണ്: സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരെന്നാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് സൂര്യകാന്ത്, ഓപ്ഷൻ ബി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ഓപ്ഷൻ സി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ഓപ്ഷൻ ഡി ജസ്റ്റിസ് നിതിൻ മധുകർ ചന്ദർ. അപ്പോൾ ശരിയുത്തരം താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2025 ഒക്ടോബറിൽ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത് എവിടെയെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഡൽഹിയിലാണ് ഈ ഒരു ക്ലൗഡ് സീഡിംഗ് എന്നുള്ള പരീക്ഷണം നടത്തിയത്. ശേഷം നമ്മൾ ചർച്ച ചെയ്ത ചോദ്യം ഇതായിരുന്നു: 2025 ഒക്ടോബറിൽ ICC പുരുഷ ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ 1ാമതെത്തിയത് ആരെന്നാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ആരാണ്? രോഹിത് ശർമ്മയാണ് ഈ ഒരു റാങ്കിങ്ങിൽ 1ാമതെത്തിയത്. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.